ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മീൻകറി വെക്കുമ്പോൾ എല്ലാ വീട്ടിലും ഒരുപോലെ അല്ലല്ലേ മീൻകറി വെക്കുക. ഓരോ വീട്ടിലും വ്യത്യസ്ത രുചിയിലായിരിക്കും മീൻകറി വെക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ മീൻകറി വെക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് അത് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി അതിലേക്കിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി ഇതെല്ലാം കൂടി അതിലേക്കിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ നല്ലപോലെ ജ്യൂസി ആയിട്ട് കിട്ടണം കേട്ടോ തക്കാളിയൊക്കെ. എന്നാലേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ആ കറിക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വീണ്ടും വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ഒന്നുമല്ല കേട്ടോ, സാധാ മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമുക്ക് പുളിവെള്ളം ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അയല തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീനായാലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. മത്തി ആയാലൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചിങ്ങനെ ഒന്ന് ലൂസാക്കി എടുക്കണം. കറി നമുക്ക് കുറച്ച് ഗ്രേവി വേണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. മീനൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ മീൻകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടി തൂവി കൊടുത്താൽ നമ്മളുടെ അയല മുളകിട്ടത് ഇവിടെ റെഡിയായി. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തലേന്നൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കൂട്ടുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അടുത്ത വീഡിയോ കാണാം. എന്നാൽ ശരി.